നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാർഷിക മേഖല ശരാശരി 4.18% വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. ജനസംഖ്യയുടെ ഏകദേശം 42.3% ഉപജീവനത്തിന് ആശ്രയിക്കുന്നത് കാർഷിക വൃത്തിയാണ്. കൃഷി രാജ്യത്തിൻ്റെ GDP-യിൽ 18.2% പങ്കുവഹിക്കുന്നു. എന്നാൽ രാജ്യത്തെ കർഷകർ അനേക നാളുകളിലായി സമരത്തിലാണ്. എല്ലാ വിളകൾക്കും നിയമം ഉറപ്പു നൽകുന്ന മിനിമം താങ്ങുവില കർഷകർ ആവശ്യപ്പെടുന്നു. നിരവധി കർഷകർ കടബാധ്യതയിലാണ്. വായ്പകൾ തിരിച്ചടയ്ക്കാൻ അവർക്ക് സാവകാശം വേണമെന്ന് അവരാവശ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിയെങ്കിലും അടുത്ത 1-ാം തീയതി ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് സഹായകമായ എന്തെല്ലാം ഘടകങ്ങളുണ്ടായിരിക്കും? ബഡ്ജറ്റിൽ കർഷകരുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുമോ? ഈ വിഷയമാണ് ബിസിനസ് ഡയലോഗ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ എം മോഹൻദാസ്, രാഷ്ട്രീയ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ KV ബിജു എന്നിവർ. ആദ്യം ഡോക്ടർ എം മോഹൻദാസ്, ഈ ബഡ്ജറ്റിൽ നിന്ന് കാർഷിക മേഖല പ്രതീക്ഷിക്കുന്നത് എന്താണ്? നോക്കൂ, ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ? ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ചർച്ചാ വിഷയം. അതിൽ നിന്ന് ഈ അടുത്ത വരുന്ന ബഡ്ജറ്റിൽ കാർഷിക മേഖല എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചാൽ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ എല്ലാ കർഷകരും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തന്നെ വെസ്റ്റേൺ UP, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കർഷകരും, പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ കാർഷിക വൃത്തി പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിട്ടുള്ള പ്രദേശങ്ങളിലെ കർഷകരെല്ലാം വളരെ 2020 മുതൽ സമരത്തിലാണ്. ഈ സമരത്തിന്റെ പ്രശ്നങ്ങൾ ഇതുവരെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടില്ല. അവരാവശ്യപ്പെടുന്ന ന്യായമായ ഒരേ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില സർക്കാർ ഉറപ്പ് നൽകണം. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അരിയും ഗോതമ്പും പയറും തുടങ്ങിയ 23 ഐറ്റം അത് കേന്ദ്ര സർക്കാർ തന്നെ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതാണ്. മൊണോപ്പൊളി പ്രൊക്യൂർമെന്റ്, കുത്തക സംഭരണം ഉള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് സർക്കാർ ഡിക്ലെയർ ചെയ്യുന്ന 23 ഐറ്റം കാർഷികോൽപ്പന്നങ്ങളുണ്ട്. ഈ കാർഷികോൽപ്പന്നങ്ങൾ സർക്കാർ വാങ്ങുമെന്നത് നിയമമാക്കണം. അവർക്ക് കിട്ടുന്ന വരുമാനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഉറപ്പാക്കണം. അത് നിയമം മൂലം ഉറപ്പാക്കണം. ഇതാണ് കർഷകരുടെ വളരെ ലളിതമായ ആവശ്യം. ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല? ഈ കർഷകർ കാർഷികോൽപ്പന്നങ്ങൾ കാർഷിക വൃത്തിയിൽ നിന്നും മാറിയാൽ 143 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്താവും? ഇവരുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ് സംഭവിക്കുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ, നാഷണൽ ഇൻകത്തിന്റെ 18% കാർഷിക മേഖലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 100 രൂപ ദേശീയ വരുമാനം ഉണ്ടെങ്കിൽ അത് 18 രൂപയെ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമുള്ളൂ. പക്ഷേ നമ്മുടെ ജനസംഖ്യയുടെ, നമ്മുടെ തൊഴിലെടുക്കുന്ന ജനങ്ങളിൽ 46% പേരും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതായത് 100 പേരിൽ 46 പേരും കാർഷിക മേഖലയെ ആശ്രയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 100 രൂപയിൽ 18 രൂപ. പ്രിമാഫേസി ഇത് പറയുമ്പോൾ തന്നെ വളരെ ഗണ്യമായ ഒരു വരുമാന അന്തരം കാർഷിക മേഖലയും കാർഷികേതര മേഖലയും തമ്മിലുണ്ട്.
കാർഷിക മേഖലയും കാർഷികേതര മേഖലയും തമ്മിലുള്ള അന്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകൻ അവൻ ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വരുമാനം അവന് ലഭിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ സേവന മേഖലയിൽ ആകെയുള്ള തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ 29% മാത്രമേ ആ സേവന മേഖലയിലുള്ളൂ. എന്നാൽ ദേശീയ വരുമാനത്തിന്റെ 60%, 59% 100 രൂപയിൽ ദേശീയ വരുമാനം 100 രൂപയുണ്ടായാൽ 59 രൂപയും പോകുന്നത് ഈ സേവന മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ഒരാൾ കർഷകനായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അയാളുടെ വരുമാനം സാധാരണ ഒരു ഇന്ത്യക്കാരന്റെ വരുമാനത്തിന്റെ ഒരു 1/5 കിട്ടുന്നുള്ളൂ. അയാൾക്ക് 1/5 കുറവാണ്. ഇത് വളരെ വലിയ ഒരു അസമത്വമാണ്. ഇത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KV ബിജു, ബഡ്ജറ്റിൽ നിന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കുമാർ സാർ പറഞ്ഞ മാതിരി ഞങ്ങൾ 2020 മുതൽ സമരത്തിലാണ്. ആദ്യത്തെ സമരം ഒത്തുതീരുന്ന സമയത്ത് ഒരു വ്യവസ്ഥയിൽ സർക്കാർ ഒപ്പിട്ടു. MSP നിയമം കൊണ്ടുവരാനായിട്ട് 3+50 അടിസ്ഥാനത്തിൽ MSP നിശ്ചയിച്ച് നിയമം കൊണ്ടുവരാനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്തു പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ സമയത്ത് അതിൽ ഭൂരിഭാഗവും സർക്കാർ നിശ്ചയിച്ച പ്രതിനിധികളായതുകൊണ്ട് കർഷക സംഘടനകൾ അതിൽ നിന്ന് മാറുകയായിരുന്നു. ഈ കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതേവരെ സർക്കാർ അതും തന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. രണ്ടാമത് 2023 നവംബർ മാസം 13-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങി. ഇപ്പോ സമരം 300 ദിവസം കഴിഞ്ഞു. ജഗജീത് സിംഗ് തലേവാളിന്റെ നിരാഹാരം 48-ാമത്തെ ദിവസമാണ് കനോരി ബോർഡറിൽ. അതിനു മുമ്പ് തന്നെ 2022 ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു നിവേദനം കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്കും കൃഷിമന്ത്രിക്കും അയച്ചിരുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കർഷകന് ഈ MSP നിയമം കൊണ്ടുവരിക. അത് സർക്കാർ വിവാദമാക്കി. സർക്കാർ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് ധാരാളം വില തകരുന്ന സമയത്ത് കർഷകന് നഷ്ടം കൊടുക്കാനായിട്ടുള്ള തുക വളരെ വലുതാണ്. പിന്നെ ഞങ്ങൾ തെറ്റായ ആവശ്യമാണ് ഉന്നയിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ടാമത്തെ സമരത്തിന്റെ ചർച്ചയിൽ, ചണ്ഡീഗഡ് വെച്ച് നടന്ന ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു, കർഷക സംഘടനകളുടെ ഭാഗത്ത്. ആ ചർച്ചയിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇന്ന് നൽകുന്ന വില വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും MSPയുടെ നിയമം കൊണ്ടുവന്ന് അത് നടപ്പാക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുന്ന, ഇപ്പൊ മധ്യപ്രദേശിൽ ഭാവാന്തര യോജന കൊണ്ടുവന്നു, ഗ്യാപ്പ് വരുന്നതിന്റെ ഇത്ര ശതമാനം സർക്കാർ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രോജക്ട് കൊണ്ടുവന്നിരുന്നു. അതിപ്പോ മിനിഞ്ഞാന്നത്തെ ഗുലാബിയുടെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ കൊടുത്തത് അത് പരാജയമാണെന്നോ അദ്ദേഹം മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമാവുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ കർഷകന് കൊടുത്താൽ തന്നെ ഞങ്ങൾ രേഖാമൂലം കണക്കുകൾ ഉദ്ധരിച്ച് സർക്കാരിനെ കഴിഞ്ഞ ചർച്ചയിൽ, അവസാനം നടന്ന ചണ്ഡീഗഡ് ചർച്ചയിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു. അത് ഏകദേശം 1,50,000 കോടി മുതൽ 1,66,000 കോടി വരെയുള്ള തുകയെ വരാൻ സാധ്യതയുള്ളൂ. ഞങ്ങൾ പറഞ്ഞ കണക്കുകൾ ഒന്നും തന്നെ സർക്കാരിന് അവരുടെ ബജറ്റിൽ ഗണിക്കാനായിട്ട് കഴിഞ്ഞില്ല. കോമേഴ്സ് മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ സെക്രട്ടറി ഉണ്ടായിരുന്നു, മിനിസ്ട്രിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ കണക്കുകളൊന്നും ഒരാൾക്കും അവിടെ ചോദ്യം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാരിന് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റിന്റെ ആവുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി സർക്കാരിന് കൂട്ടാൻ പറ്റും. ഇമ്പോർട്ട് ഡ്യൂട്ടി നിങ്ങൾ നോക്കുക, ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്ന് എന്ന് പറയുന്നത്, ലോകത്ത് ഒരിടത്തും ചെയ്യാത്ത മാതിരി കാർഷിക വിഭവങ്ങളുടെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ പലപ്പോഴായിട്ട് വെട്ടിച്ചുരുക്കി. ഇങ്ങനെ രാജ്യദ്രോഹം ചെയ്ത ഒരു ഭരണാധികാരി നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് 2016 ഗോതമ്പിന്റെ ആദ്യം ഇറക്കുമതി തീരുവ 10% പിന്നീട് പൂജ്യമാക്കി, ഇറക്കുമതി തീരുവ ഒഴിവാക്കി. പിന്നെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 10% നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് 2022 നോക്കുക, എഡിബിൾ ഓയിലിന്റെ, ക്രൂഡ് പാം ഓയിലിന്റെയും അതുപോലെ തന്നെ ക്രൂഡ് സോയാബീൻ ഓയിലിന്റെയും ഇറക്കുമതി തീരുവ 5.5% ശുദ്ധീകരിച്ചതിന്റെ 12.5% നിശ്ചയിച്ചു.
നമ്മൾ ആസിയാൻ കരാറും അതിനുശേഷം ഒപ്പിട്ട ഇന്തോ മലേഷ്യൻ കരാറിനാണ് ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി തീരുവ നമ്മൾ നിശ്ചയിച്ചത്. അത് ക്രൂഡ് പാം ഓയിലിന് 40%, ശുദ്ധീകരിച്ച പാം ഓയിലിന് 45%. അതിൽ നിന്ന് എത്ര കുറച്ച് 5.5%, 12.5% നിശ്ചയിച്ചു. ഇത് നമ്മുടെ കൃഷിയെ, കർഷകനെ എത്രമാത്രം തകർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു തേങ്ങയ്ക്ക് 13 രൂപ ഉണ്ടായിരുന്ന തേങ്ങയുടെ വില ഈ ഇറക്കുമതി തീരുവ കുറച്ചതിന് ശേഷം ഒറ്റയടിക്ക് 7 രൂപ 8 രൂപയിലേക്ക് താഴ്ന്നു. പാലക്കാട് ശരി ജില്ലയിൽ ശരി ഏറ്റവും കൂടുതൽ വളരെ വില വാലിഡ് ആയ ഒരു പാലക്കാട് പോയിന്റാണ് താങ്കൾ ഉയർത്തിയിരിക്കുന്നത്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മോഹനകുമാർ എസ്, താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏതാണ്ട് 45% വരുന്ന ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ഥിതിയിൽ ഗവൺമെൻറ് തുടർച്ചയായി ബഡ്ജറ്റുകളിൽ കാർഷിക മേഖലയെ അവഗണിക്കുന്നു എന്നുള്ള പരാതി എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാത്തത്? നോക്കൂ, നേരത്തെ എൻ്റെ സുഹൃത്ത് ബിജു പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കായി ഈ 46, അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്, സാധാരണഗതിയിൽ നമ്മുടെ ലോകത്ത് ഇതുവരെ അംഗീകരിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യം സാമ്പത്തികമായി പുരോഗമിക്കുമ്പോൾ ആ രാജ്യത്ത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്ന ജനവിഭാഗത്തിന്റെ അനുപാതം, ജനസംഖ്യയിൽ അവരുടെ അനുപാതം കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്ക എടുത്താൽ അമേരിക്കയുടെ തൊഴിലെടുക്കുന്ന ജനങ്ങളിൽ 6% മാത്രമേ, 6%ത്തിൽ താഴെ മാത്രമേ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നുള്ളൂ. എന്നാൽ അമേരിക്കയുടെ ദേശീയ വരുമാനത്തിന്റെ 9% കാർഷിക മേഖല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന അവരുടെ പ്രതിശീർഷ വരുമാനം മറ്റു മേഖലയേക്കാൾ കൂടുതലാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഏതൊരു ബഡ്ജറ്റ് എടുത്താലും ശരാശരി 2.25, അതായത് 2.75% ആണ് ടോട്ടൽ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കായി നീക്കിവെക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നോക്കൂ. 2.75% മൊത്തം അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ 2024-25 ബഡ്ജറ്റിൽ 1,36,000 കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ മാറ്റിവെക്കുന്ന തുകയിൽ തന്നെ കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെലവ് വളരെ കുറവാണ്. കാരണം ഈ 1,36,000 കോടി രൂപയിൽ 10,000 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇപ്പോൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും പുതിയ കാർഷിക മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തുന്നതിനുമുള്ള ഇത് ആ മാറ്റിവെക്കുന്ന തുകയുടെ തന്നെ 6-7% വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും വലിയ ഒരു അനീതി, അതായത് ജനസംഖ്യയുടെ പകുതിയിൽ ആശ്രയിക്കുന്ന ഒരു വിഭാഗം, അവർക്ക് ബഡ്ജറ്റിൽ കിട്ടുന്നത് വെറും 3% താഴെ. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയിൽ അതിന്റെ ആഘാതവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ? അതാണ് അത് വളരെ പ്രധാനമാണ്. പക്ഷേ അത്തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള ചെലവുകൾ ഓരോ കാലഘട്ടം കഴിയുന്തോറും അതിന്റെ അനുപാതം കുറഞ്ഞു വരികയാണ്. മറ്റൊരു കാര്യം, കാർഷിക മേഖലയ്ക്കായി മാറ്റിവെക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ചെലവഴിക്കുന്നത് ഈ PM കിസാൻ പദ്ധതിക്കാണ്. പ്രധാനമന്ത്രി കിസാൻ, അതായത് ഒരു കർഷകന് ഒരു വർഷം 6,000 രൂപ കൊടുക്കുന്നു. 6,000 രൂപയെ നമ്മൾ 365 രൂപ ഭാഗിച്ചാൽ ഒരു ദിവസം ഒരു കർഷകന് കിട്ടുന്നത് 14 രൂപ 35 പൈസ. 14 രൂപ 35 പൈസ വെച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും കഴിയും? ഒരു ചായ കുടിക്കാനുള്ള വരുമാനമാണ് ഇത് ഇത്തരത്തിൽ. അപ്പോൾ കാർഷിക മേഖല, അതായത് നിങ്ങൾക്ക് കർഷകന് കൊടുക്കുന്ന എല്ലാ സബ്സിഡികളും നിങ്ങൾ നിർത്തലാക്കിയിട്ട് അവരുടെ കയ്യിൽ 14 രൂപ ഒരു ദിവസം കൊടുക്കുക. 14 രൂപ കൊണ്ട് ഒരു കർഷകൻ ജീവിക്കും. ഇനി മറ്റൊരു കാര്യം, രാസവളത്തിന്റെ സബ്സിഡി കഴിഞ്ഞ 15 വർഷത്തിന് ഏറ്റവും താഴെയുള്ള 3.4% രാസവളത്തിന്റെ സബ്സിഡിയായി ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. രാസവളത്തിന് ഇതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, അതായത് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ടോട്ടൽ ഇൻഷുർഡ് എമൗണ്ട്, കർഷകർ എല്ലാവരും കൂടെ ചേർന്ന് എത്ര രൂപയ്ക്കാണോ അവരുടെ ക്രോപ്പ് ഇൻഷുർ ചെയ്തത് അതിന്റെ 10% ക്ലെയിം ആയിട്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇത് 3% ചുരുങ്ങുന്നു. ഭൂരിഭാഗം കർഷകർക്കും ഈ സ്വകാര്യ കമ്പനികൾ പല കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ക്ലെയിം കൊടുക്കാതിരിക്കുന്നു. ഇവിടെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഒന്നുകിൽ 2 വർഷം കൂടുമ്പോൾ വലിയ വെള്ളപ്പൊക്കം വന്ന് എല്ലാ കൃഷിയും നശിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ ഹീറ്റ് വേവ് ഉണ്ടായി കർഷകർക്ക് ഒന്നും കിട്ടാതെ വരുന്നു.
ഈ കാലഘട്ടത്തിലാണ് കർഷകർ പറയുന്നത് ഞങ്ങളുടെ MSP നിയമമാക്കണം. പക്ഷേ സർക്കാർ പറയുന്നത് എന്താണ്? ആഗോളതലത്തിൽ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു സിദ്ധാന്തമുണ്ട്. അത് 2020 നൂറ്റാണ്ടോട് കൂടിയാണ് ശക്തി പ്രാപിച്ചത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കാർഷിക മേഖലയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആഗോളവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ എവിടെ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, അത് എവിടെ ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് ലഭ്യമാവും ഇവിടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ 2024 ഉള്ളി നമ്മുടെ സവാള കിട്ടാതെയായപ്പോൾ സവാള കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ലോക വിപണിയിൽ സവാളയ്ക്ക് ഉയർന്ന വില കിട്ടുന്ന സമയത്ത് വ്യവസായി ഇന്ത്യയുടെ പൊതു താല്പര്യം കണക്കിലെടുത്തു എന്ന് പറഞ്ഞ് കർഷകർക്ക് സവാള കയറ്റുമതിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നു. എന്നാൽ ചൈനയിലോ മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ലോക കമ്പോളത്തിൽ ഇപ്പോ സവാള ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പയർ ഉൽപ്പന്നങ്ങളുടെ ഗോതമ്പിന്റെ ഉൽപാദനം കൂടി ലോക കമ്പോളത്തിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആ മറ്റ് രാജ്യങ്ങളുടെ WTO പോലുള്ള സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ അതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ശരി, ഞാൻ ഇടപെടുകയാണ്. KV ബിജു അദ്ദേഹം പറഞ്ഞതുപോലെ സബ്സിഡികൾ പോലുള്ള സർക്കാരിൻ്റെ പിന്തുണ നടപടികൾ അത് പര്യാപ്തമാണോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഒരു കാര്യം, സർക്കാർ പ്രധാനമായിട്ടും സബ്സിഡി എടുക്കുന്നത് വളം, അതുപോലെ തന്നെ ട്രാക്ടർ, എക്യുപ്മെന്റ്, ഇതിനുള്ള സബ്സിഡികളാണ്. MSP ഉണ്ടല്ലോ, മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ഞങ്ങളെക്കാളും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കൺസ്യൂമറിനാണ്, പാവപ്പെട്ട കൺസ്യൂമറിനാണ്. ഞങ്ങൾ ഒരിക്കലും അതിന് എതിരല്ല. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരൊറ്റ സബ്സിഡി ആക്കുക, ഒറ്റ സബ്സിഡി മാത്രം തരിക. നിങ്ങൾക്ക് MSP നിയമം ഉണ്ടാക്കി ബാക്കിയുള്ള സബ്സിഡികൾ, എക്യുപ്മെന്റിനുള്ള സബ്സിഡി, ബാക്കി സബ്സിഡികളൊക്കെ, എക്യുപ്മെന്റിന്റെ സബ്സിഡിയുടെ ഗുണഭോക്താക്കൾ മഹീന്ദ്ര പോലുള്ള വലിയ കമ്പനികൾ. വളത്തിന്റെ സബ്സിഡിയുടെ നിങ്ങൾ കർഷകനല്ല നേരിട്ട് കിട്ടുന്നത്, അത് കമ്പനികൾക്കാണ് കിട്ടുന്നത്. എന്നിട്ട് മൊത്തത്തിൽ വില കുറയ്ക്കും. അപ്പൊ മറിച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരിട്ട് ഈ MSPയുടെ ഗുണം ആത്യന്തികമായി ലഭിക്കുന്നത് കർഷകനല്ലേ? MSPയുടെ ഗുണം ഒരു കാര്യം, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിക്കാനും പാവപ്പെട്ടവനെതിരായിട്ട് പറയുകയല്ല, ഒരു സർക്കാർ ഒരു നിശ്ചിത വിലയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്ക് ഗുണമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വില കുറച്ച് കൊടുക്കുന്ന സമയത്ത്, വില കുറച്ച് വിൽക്കുന്ന സമയത്ത് അത് വിപണിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിലയിൽ വർധനവ് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ സബ്സിഡി ആവശ്യപ്പെടുന്നത്. അപ്പോ സർക്കാർ അവർക്ക് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് സർക്കാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ആ വാങ്ങുന്ന കൂട്ടി ഞങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള വില തരണമെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നു. MSP നിയമം ഉണ്ടാക്കി ആകെ 1,50,000 1,60,000 മാത്രം മതി. ബാക്കി സബ്സിഡികളുടെ എല്ലാം യന്ത്രങ്ങൾക്ക് ഒറ്റ കാര്യം, അതായത് അതിനുള്ള സബ്സിഡി മാത്രം തരിക. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിലയുടെ അടിസ്ഥാനത്തിൽ മാത്രം സബ്സിഡി തരിക. സ്വാമിനാഥൻ കമ്മീഷന്റെ പറഞ്ഞ C2+50 ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഈ സബ്സിഡി തരും. അതിലാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഇറക്കുമതി തീരുവ തുടർച്ചയായിട്ട് ഈ സർക്കാർ കുറയ്ക്കുന്നതാണ്. ആപ്പിളിന്റെ നോക്കുക, അതുപോലെ തന്നെ ആക്രൂട്ട്, എല്ലാ സാധനങ്ങളുടെ ഇറക്കുമതി തീരുവ ഓരോ വർഷം ചെല്ലുന്ന ഒരു കുറയ്ക്കുകയാണ്. ഇപ്പൊ എല്ലാവരും കൊട്ടി ഘോഷിച്ച് ഇവിടെ G20 നടന്നു. G20 നടന്ന സമയത്ത് G20യുടെ തലേ ദിവസം അമേരിക്കയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ട സമയത്ത് ആ കരാറിന്റെ ഭാഗമായിട്ട് 11 ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അമേരിക്ക എന്നുള്ള ആപ്പിളിന്റെ കുറച്ചു, ബദാമിന്റെ കുറച്ചു, അതുപോലെ പല സാധനങ്ങളുടെ ഇറക്കുമതിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണങ്ങൾ മാറ്റി. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇറക്കുമതി തീരുവ കുറയ്ക്കലും അതുപോലെ തന്നെ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുന്നതുമാണ്. ഇപ്പൊ പുതിയതായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുന്നു. ആ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ കാര്യം എന്താ? എന്ന് പറയുന്നതും ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബഡ്ജറ്റിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ട് താരിഫ്, അതായത് WTO-യിലായാലും
മറ്റുള്ള ആസിയാൻ എഗ്രിമെന്റ് ആയാലും ബാക്കി എഗ്രിമെന്റുകളിലെ പറ്റുള്ള ബൗണ്ട് താരിഖിലേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ എത്തിക്കണം, കൂട്ടണം. ഇതാണ് ഞങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചർച്ചയ്ക്ക് പോയ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങളെ കളിയാക്കുന്ന രീതിയിൽ WTO അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ട് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള മറുപടികളാണ് ഈ കൃഷി മന്ത്രിയും ബാക്കി ആളുകളൊക്കെ പറയുന്നത്. അപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് MSC ആയിട്ട് ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കുക. പിന്നെ മറ്റൊരു കാര്യം, കർഷകന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് കടമാണ്. കടം വരാനുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ വില കിട്ടാത്ത പ്രശ്നമാണ്. ഈ 2023 ഓഗസ്റ്റ് 30 പാർലമെന്റിലെ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് നിങ്ങൾ എല്ലാ ദിനപത്രങ്ങളിലും വായിച്ചു. ആഭ്യന്തര ധനകാര്യ സഹമന്ത്രി പറഞ്ഞു ഇതേവരെ 14 ലക്ഷം കോടി രൂപ ഇതേവരെ NPA ബാങ്കുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7,40,000 കോടി രൂപ എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റുകളുടെയാണ്. ഇതിന് ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ക്രെഡിറ്റ് സൂയിസിന്റെ റിപ്പോർട്ട് വന്നു. ഇതൊക്കെ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ക്രെഡിറ്റ് സൂയിസ് ആണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് സർക്കാർ 7,78,000 കോടി രൂപ NPA അഡ്ജസ്റ്റ് പറയുന്നത്. ആകെ ഈ നാട്ടിലെ കർഷകന്റെ കടമെന്ന് പറയുന്നത് എത്രയാണ്? വെറും 5.5 ലക്ഷം കോടിയുള്ളൂ. അപ്പൊ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് അവരാകെ തൊഴിൽ നൽകുന്നത് 2.3% നമ്മുടെ തൊഴിൽ മേഖലയുടെ 2.3% നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ സർക്കാർ നഷ്ടം പരിഹരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു? ഒരു വർഷം കർഷകൻ തൊഴിലാളിയും അടക്കം 10,000-ലധികം ആളുകള് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ കടം എഴുതി തള്ളാനുള്ള യാതൊരു നടപടിയില്ല. അതേ സമയത്ത് കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളുന്നു. ഈ കോർപ്പറേറ്റ് കൊടുത്തതിന്റെ പകുതി ഉണ്ടെങ്കിൽ പകുതി അതിന് ഇവർ ഇതേയായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരുമിച്ച് 5.5 ലക്ഷം കോടി രൂപ എഴുതി തള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓരോ വർഷം 1 ലക്ഷം കോടി എടുത്ത് നിങ്ങൾ എഴുതി തള്ള്. ഏതാണ്ട് അത്രയും തുക നിങ്ങൾ അതിലും കൂടുതൽ തുക കോർപ്പറേറ്റുകളുടെ NPA നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇത് അങ്ങനെ ബഡ്ജറ്റിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ നിന്ന് അങ്ങനെ കർഷകരുടെ കടം എഴുതിത്തള്ളുന്ന ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ അതായത് UPA കാലത്തായാലും പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിരുന്നു, ഫാർമേഴ്സ് കോർഡിനേഷൻ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ഞാനുണ്ടായിരുന്നു. പിന്നീട് ഇതികളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഈ കത്തുകൾ തയ്യാറാക്കുന്നതിൽ പ്രധാനമായിട്ട് പഠനങ്ങൾ നടത്തുകയും കത്തുകൾ ഞാൻ ഒരാളായിരുന്നു. എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് സർക്കാരിനോട് കർഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പൊ ചില സമയത്ത് ഞങ്ങൾക്ക് മടി വരാറുണ്ട്. ഈ വർഷം ഞങ്ങൾ കത്ത് അയച്ചിട്ടില്ല. ബഡ്ജറ്റിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ജഗജീത് സിംഗ് ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുന്ന സമയത്ത് ജഗജീത് സിംഗ് നല്ലതാണ് ഞങ്ങൾ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ആ ആവശ്യങ്ങളുമായിട്ട് ആരംഭിക്കുന്ന അപകടമാണ്. ഞങ്ങളുടെ കലോരി ബോർഡറിലും ശംഭു ബോർഡറിന്റെ സമരം 300 ദിവസം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇത്രയും വലിയൊരു സമരം നടത്തിയിട്ട് ഞങ്ങൾ ഈ ഒരാൾ ഞാൻ മറ്റു കർഷകരോടൊപ്പം മരിക്കാൻ തയ്യാറാണ്, എന്നിട്ട് അദ്ദേഹം ഉപവാസം എടുത്ത സമയത്ത് ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത ഇവർക്ക് പിന്നെ കത്ത് അയച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ കത്ത് അയച്ചില്ല. ഞങ്ങൾ മനഃപൂർവ്വം കത്ത് അയക്കാതെ, അല്ലെങ്കിൽ എല്ലാ വർഷവും ബഡ്ജറ്റിന് മുമ്പ് വളരെ കൃത്യമായിട്ട് സർക്കാരിന് ഞങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്, കാർഷിക കടം എഴുതിത്തള്ളുന്ന MSCയുടെ കാര്യത്തിൽ വേണ്ടത് ഈ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് ഉണ്ടാവണം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. കൂട്ടണം. ശരി, ഡോക്ടർ മോഹനകുമാർ എസ്, അദ്ദേഹം പറഞ്ഞതുപോലെ കർഷകരുടെ കടങ്ങൾ, അതുപോലെ വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകൾ, വളം, കീടനാശിനി, ഇന്ധനം തുടങ്ങിയവയുടെ ചെലവുകൾ, ഇതെല്ലാം കർഷകരുടെ ലാഭക്ഷമതയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ചെറുകിട കർഷകർക്ക് പ്രതീക്ഷയുള്ള എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ, ചെറുകിട കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി കിട്ടേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം,
1951 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒരുമിച്ചെടുത്താൽ അതിൽ 56% കർഷകരുടെ അനുപാതം, 46% കർഷക തൊഴിലാളികൾ. എന്നാൽ 2021 ജനസംഖ്യാ കണക്ക് വന്നിട്ടില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം കർഷകരുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 45% താഴെ കർഷകർ പോവുകയും കർഷകരെല്ലാം കർഷക തൊഴിലാളികളായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാർഷിക മേഖല നേരിടുന്ന വലിയൊരു പാപ്പരത്വം, ഒരു ഡിസ്ട്രസ് സ്റ്റാറ്റിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? നമ്മുടെ ഉൽപാദനത്തിൽ ക്രോപ്പ് പ്രൊഡക്ഷന്റെ ഷെയർ ഗണ്യമായി കുറയുന്നു. ആ സ്ഥലത്ത് ഹോർട്ടിക്കൾച്ചർ പോലുള്ള വില കൂടിയ സാധാരണക്കാരന്റെ ഭക്ഷണമല്ലാത്ത പഴവർഗ്ഗങ്ങളുടെ എല്ലാം ഉൽപാദനം കൂടുന്നു. അപ്പോൾ ദരിദ്ര ജനവിഭാഗം അവരുടെ ഫുഡ് സെക്യൂരിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ കർഷകരുടെ അനുപാതം എണ്ണം കുറയുകയും കർഷക തൊഴിലാളികളായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർഷക ആത്മഹത്യയിൽ നിന്ന് കർഷക തൊഴിലാളികളുടെ ആത്മഹത്യ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം കണ്ട് കർഷകരുടെ കടം എഴുതി തള്ളിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്ത ഒരു 5-10 വർഷത്തിനകം ഇന്ത്യൻ കാർഷിക മേഖല ഒരു ശവപ്പറമ്പായി മാറും. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നോക്കൂ, 2019 സെപ്റ്റംബറിൽ നമ്മുടെ കോർപ്പറേറ്റുകളുടെ ടാക്സ് 30% നിന്നും 22% കേന്ദ്ര സർക്കാർ കുറച്ചു കൊടുത്തു. പുതുതായി തുടങ്ങുന്ന കോർപ്പറേറ്റ് കമ്പനികളുടേത് 25% നിന്നും 15% കുറച്ചു. ഇത്രയും നേരത്തെ ബിജു സാറ് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം 7.54 ഏകദേശം 7.5 ലക്ഷം കോടി രൂപയുടെ കടം എഴുതിത്തള്ളിയപ്പോൾ അതിന്റെ ചെറിയൊരു വിഹിതം വരുന്ന കർഷകരുടെ കടം എന്തുകൊണ്ട് എഴുതിത്തള്ളാൻ കഴിയുന്നില്ല? ഇനി അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു വളരെ അനിവാര്യമായ ഒരു കാര്യം, നമ്മൾ WTO കരാറും ഒപ്പിട്ടത്, പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ AOA എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറൊക്കെ ഒപ്പിട്ടത് 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. WTO കരാറ് ഒപ്പിടുന്നത് 1994 നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ഇത് കഴിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടായി. ഉൽപാദനത്തിന്റെ ഘടന മാറി. ഈ WTO കരാർ നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് നമ്മൾ ബൗണ്ടറി റേറ്റ് പ്രഖ്യാപിച്ച, ഇമ്പോർട്ട് താരിഫ് പ്രഖ്യാപിച്ച, ഇറക്കുമതി പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ന് അപ്രസക്തമായി കാണും. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇറക്കുമതി കൂടുതൽ വരുന്നത് ഏത് ഉൽപ്പന്നമാണോ അതിന് ആ ബൗണ്ടറി റേറ്റ് മാറ്റി WTO കരാർ നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. ഇത് കഴിയും. കാരണം ട്രംപ് അമേരിക്കയിൽ പ്രഖ്യാപിച്ച എന്താണ്? ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഞാൻ 65% വർദ്ധിപ്പിക്കും. ഇത് അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ ഇന്ത്യ ഇതിനുള്ള സമ്മർദ്ദം ചെലുത്തിയെന്ന് മാറ്റത്തില്ല. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ റബ്ബർ കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. റബ്ബറിന്റെ പരമാവധി സോളിഡ് റബ്ബറിന്റെ, ഷീറ്റ് റബ്ബറിന്റെ ഇറക്കുമതി തീരുവ 25%. എന്നാൽ ഇറക്കുമതിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത ലാറ്റക്സ് റബ്ബർ പാലിന്റെ ഇറക്കുമതി തീരുവ പരമാവധി 70%. റബ്ബർ പാൽ ആരും ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തിരിച്ചിടണം. 70% ഷീറ്റ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി വരുന്ന ഷീറ്റ് റബ്ബറിനാണെങ്കിൽ ഇന്ന് കർഷകൻ നേരിടുന്ന പ്രതിസന്ധി ഇല്ലാതെയാവും. അപ്പോൾ ലോകത്തുണ്ടാകുന്ന കാർഷിക പ്രതിസന്ധി ഇന്ത്യയിലെ കർഷകരെ തലയിൽ വെച്ചു കൊടുക്കുകയും ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ കർഷകന് നേട്ടമുണ്ടാകുന്ന തരത്തിൽ ലോകമ്പോളത്തിൽ ഒരു വിലമാറ്റം ഉണ്ടാകുമ്പോൾ കർഷകനെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു ആന്റി ഫാർമർ നയമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിജു, അദ്ദേഹം പറഞ്ഞതുപോലെ അമേരിക്കയിലൊക്കെ ഉണ്ടായതുപോലെ ഒരു അടിസ്ഥാനപരമായ മാറ്റം കാർഷിക മേഖലയിൽ ഒരു ബഡ്ജറ്റിലൂടെ ഇന്ത്യയിൽ സാധ്യമാകുമെന്ന് കരുതുക വയ്യ. എങ്കിൽ പോലും കാർഷിക മേഖലയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അങ്ങനെയുള്ള യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ തുടക്കം മുന്ന് പറഞ്ഞത്, ലോകത്തെ ഒരു രാജ്യം മാത്രമാണ് സ്വന്തം ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഇറക്കുമതി തീരുവ കുറയ്ക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. നിങ്ങളെ
അമേരിക്ക ഇന്ത്യൻ WTOയിലെ അംഗങ്ങളാണ്. അമേരിക്ക അവർക്ക് തോന്നുന്ന മാതിരി ഇറക്കുമതി തീരുവ കൂട്ടും. ഇന്ത്യന്ന് ഉള്ള കയറ്റുമതി, നമ്മുടെ അലുമിനിയത്തിന്, നമ്മുടെ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം അവർ ഇറക്കുമതി തീരുവ കൂട്ടി വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളോ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളിന്റെ, അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബർമിന്റെ, അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കോഴി ഇറച്ചിയുടെ, അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇപ്പൊ ടർക്കിയുടെ ഇറച്ചി, അതുമാതിരി തന്നെ പന്നി ഇറച്ചി, ഇതൊക്കെ ഇറക്കുമതി ചെയ്യാനായിട്ട് അനുമതിയായി. ഇത് അപ്പൊ നമ്മൾ നേരെ തിരിച്ചാണ്. ഈ സർക്കാർ, എല്ലാ സർക്കാരുകളും അവരുടെ എക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കുമതി തീരുവ കൂട്ടുന്ന സമയത്ത് ഇത്ര രാജ്യദ്രോഹിയായിട്ടുള്ള ഒരു ഭരണാധികാരി നിങ്ങൾക്ക് ഒരിടത്തും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇറക്കുമതി തീരുവ കുറച്ച് രാജ്യത്തെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ശരി, ഇവരുടെ ഒരു ബഡ്ജറ്റിൽ ശരി ശ്രീ ബിജു, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വരാനിരിക്കുന്ന ബഡ്ജറ്റിന് നിർണായകമായൊരു പങ്കുണ്ട്. കർഷകർക്ക് സാമ്പത്തിക സ്ഥിരത, ന്യായവില നിർണ്ണയം, MSPകൾ, സബ്സിഡികൾ, മികച്ച വായ്പാ ലഭ്യത തുടങ്ങിയ പിന്തുണ അത്യാവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇൻപുട്ട് ചെലവുകളുടെയും വിപണി പ്രവേശനത്തിൻ്റെയും വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഇത്തരമൊരു ബഹുമുഖ സമീപനമാണ് ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.